ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. വാണിയംകുളം കോതയൂരിൽ വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. 4 മാസത്തിനിടെ 100-ലധികം കോഴികളെയാണ് തെരുവുനായ്ക്കൾ പ്രദേശത്ത് കൊന്നൊടുക്കിയത്. കോതയൂർ എടക്കോട് ഭജനമഠത്തിന് സമീപം താമസിക്കുന്ന എരഞ്ഞിക്കൽ ബൽക്കീസിന്റെയും പള്ളിയാലിൽ കാർത്യായനിയുടെയും കുണ്ടുപറമ്പിൽ ഷാജിദയുടെയും വീടുകളിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ കടിച്ചു കൊന്നത്. ബൽക്കീസിന് മാത്രം 100-ലധികം കോഴികൾ ഉണ്ടായിരുന്നു. ബൽക്കീസിന്റെ ഏക വരുമാന മാർഗം കൂടിയാണ് ഇതോടെ ഇല്ലാതായത്. നല്ല വിലയുള്ള ഇനം കരിങ്കോഴികളെയും കൊത്തുകോഴികളെയും ഗിനിക്കോഴികളെയുമാണ് ബൽക്കീസ് വീട്ടിൽ വളർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൽക്കീസിന്റെ വീട്ടിലെ 20 കോഴികളെയും അയൽവാസിയായ പള്ളിയാലിൽ കാർത്യാനിയുടെ വീട്ടിലെ 5 കോഴികളെയുമാണ് കൂട് തകർത്ത് നായ്ക്കൾ കടിച്ചു കൊന്നത്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കോഴികളെ വളർത്തുന്നുണ്ട്. വയറ്റിലേകോൻ ഗിനിക്കോഴി, പിന്നെ കൊത്തുകോഴി, കരിങ്കോഴി, നാടൻ കോഴി, അങ്ങനെ എല്ലാവിധ കോഴികളും വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ആ കോഴികൾ ഇവിടെ നിറയെ നായ്ക്കളാണ്. ഇവിടെ ഞങ്ങൾ അടുത്തുള്ളൊരു വ്യക്തി അവരുടെയൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. അത് കാരണം ആ നായ്ക്കളെ ശല്യം കാരണം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ തുടർച്ചയായിട്ട് നായ്ക്കൾ സകല കോഴികളെയും പൊടിച്ചുകൊണ്ടുപോയി. ലാസ്റ്റ് മിനിഞ്ഞാന്ന് കൂട് പൊളിച്ച് ഫുൾ കോഴികളെയും കൊണ്ടുപോയി. 4 മാസത്തിനുള്ളിൽ എൻ്റെ ഒരു 100-120 കോഴികളോളം ഉണ്ടായിരുന്നു. ഈ 4 മാസത്തിനുള്ളിൽ 100 കോഴികൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഇപ്പം ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് കോഴികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ പള്ളിയാൽ കാർത്തിയാനി, കുണ്ടുപറമ്പിൽ ഷാജിദ എന്നവരുടെ വീട്ടിലും കോഴികളെ ഇതേ നായ്ക്കൾ പിടിച്ചു പലവിധ നാശനഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചെരുപ്പുകൾ, വണ്ടികളുടെ ഷീറ്റുകൾ, തുണികൾ എല്ലാം എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ശല്യമാണ്. രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഒരു കരിങ്കോഴിക്ക് 1500 മുതൽ 2000 രൂപ വരെയാണ് വില വരുന്നത്. 4 മാസത്തിനിടെ 100-ലധികം കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ചത്ത കോഴികൾക്ക് 70,000 രൂപയോളം വില വരുമെന്നും ഉടമകൾ പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. വാഹനങ്ങളുടെ ഷീറ്റുകൾ കടിച്ചുകീറിയും ചെരുപ്പുകളും തുണികളും വലിച്ചു കൊണ്ടുപോയും തെരുവ് നായ്ക്കൾ പ്രദേശവാസികളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയാവുകയാണ്. പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പുവെച്ച നിവേദനം വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഷൊർണൂർ പോലീസിലും നൽകിയിട്ടുണ്ട്.